സഹായത്തിന്റെ കവാടങ്ങളങ്ങ് അടഞ്ഞു എന്ന് കണ്ടാൽ മനുഷ്യനങ്ങ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വീഴും. ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്ജുദ് നിസ്കരിക്കാത്ത മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഉറക്കം വരാതെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഉറക്കം കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വുളൂ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ താണുകയാണ്, ദുആ ചെയ്യും, നിസ്കരിക്കും, തഹജ്ജുദ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. എന്തേ? പ്രയാസം വന്നിട്ടുണ്ട്. രോഗം വരുമ്പോ അങ്ങനെയല്ലേ അവസ്ഥ? ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രയാസം കൊടുക്കുകയാണ്. എന്താണ് മുഅ്മിനെ? ക്യാൻസർ പോലുള്ള അസുഖമൊക്കെ വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ? അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സംശയം ഡോക്ടർ എഴുതിയാൽ കഴിഞ്ഞോ നമ്മുടെ ആവേശം? എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെന്താ നമുക്ക് സന്തോഷം? ചിരിക്കുന്നവരെ കണ്ട ദേഷ്യം വരും. പിന്നെ നമുക്ക് എന്ത് വേണം? ഇത് ശിഫയാവാൻ കഴിയില്ല, പ്രയാസാണ് എന്ന് പോലും തോന്നി തുടങ്ങിയാൽ എന്താണ് ഈ ജീവിതത്തിന്റെ വില? എന്താ പിന്നെ? ആർക്ക് വേണം മണിമാളിക? ആർക്കാ എന്താ വേണ്ടത്? അല്ലാഹു തആല അങ്ങനെ ചില പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലും അതറിയുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹുവിലേക്ക് ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് താണുകയാണ്, മടങ്ങാനാണ്. നമുക്കും വരാം, അവന് വന്നല്ലോ, അയാൾക്ക് വന്നല്ലോ, ഇവർക്ക് വന്നല്ലോ, പടച്ചോനെ എനിക്കും വരാമല്ലോ റബ്ബേ, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കട്ടെ. ആ വന്നാൽ ശരിക്കും അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധിക്കാൻ അല്ലാഹു കൊടുക്കും. ശിക്ഷയാണ് എന്ന് പറയാൻ പാടില്ല. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു അദാബ് വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ, ആ മനുഷ്യന്റെ നന്മയെ അല്ലാഹു ഉയർത്താൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് അതിനർത്ഥം. കാരണം ഒരു പക്ഷേ 20 വയസ്സുള്ള ചെറുപ്പക്കാരന് അസുഖം വന്നു, ഈ മനുഷ്യൻ 80 വയസ്സ് വരെ അല്ലാഹു തആല ജീവിക്കാൻ വിട്ടാൽ അവൻ നിസ്കരിച്ചിട്ടോ നോമ്പോതിട്ടോ നന്മ ചെയ്തിട്ടോ അവൻ ഉണ്ടാക്കാൻ കഴിയുന്ന നന്മകളെക്കാൾ 2 വർഷം ബെഡിൽ കിടന്നപ്പോൾ ഉണ്ടായ മനസ്സിന്റെ തൗബ, അത് മതിയാകും അവന് സ്വർഗം കിട്ടാൻ. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങാനും അല്ലാഹുവിലേക്ക് ഒന്ന് താഴ്മയോടുകൂടെ തിരിച്ചു വരാനും അല്ലാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ മഴകൾ അല്ലാഹു എങ്ങാനും എന്നേക്കുമായി അങ്ങ് പിടിച്ചു വെച്ചാൽ ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹു കുറച്ചങ്ങ് ലേറ്റായിട്ട് കൊടുക്കും. പിന്നെ കാരണം ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യം തരാമെന്ന് അല്ലാഹു പറഞ്ഞതാ. അതുകൊണ്ട് അല്ലാഹു മഴ തരും. പക്ഷെ ഒന്നത് പിടിച്ചു നോക്കും, അല്ലാഹു തരാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. അങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ട്. ഒരുപാട് സമുദായങ്ങളെ നാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയെ. അല്ലാഹുവിൽ വിശ്വസിക്കാത്ത കുഫറിന്റെ ആളുകൾ ജീവിച്ചപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടും അവർക്ക് തിരിയാതെ വന്നു. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ, നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ എന്താണ് അവർ എന്നിലേക്ക് താണുകേണ് മടങ്ങാതിരുന്നത്? وَزَيَّنَ لَهُمُ الشَّيْطَانُ وَلَكِنْ قَسَتْ قُلُوبُهُم, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയില്ലയോ? ഹൃദയം നോർമലാവാനും നൈർമല്യമുള്ളതാകാനും അല്ലാഹു പരീക്ഷണം കൊടുത്തിട്ട് നന്നായിട്ടില്ല. അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോൾ അത് മാത്രമല്ല, വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്ന തോന്നിവാസങ്ങൾ അത് നിങ്ങൾ ചെയ്തേക്കണം, ഇതുകൊണ്ടൊന്നല്ല മഴ അല്ലാഹു പിടിച്ചു വെച്ചത് എന്ന് പിശാച് അവരോട് പറയുകയും ചെയ്തു. അവരങ്ങനെ പഴയ തോന്നിവാസങ്ങളൊക്കെ തുടരുകയും ചെയ്തു. അല്ലാഹു എന്തു ചെയ്യുന്ന പറഞ്ഞത്? വീണ്ടും മഴ പിടിച്ചേക്കുന്നാണോ? അല്ല. അല്ലാഹു ശിക്ഷ കൊടുത്തിട്ട് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ്. അതാണ് തൊട്ടടുത്ത ആയത്ത്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കുവാനായിരുന്നോ അല്ലാഹു പരീക്ഷണം കൊടുത്തത് അതവർ മറന്നപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ സുഖങ്ങളുടെയും കവാടം ഞാൻ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹു തആല പറയാൻ, യാ അല്ലാഹ്, പരീക്ഷണം കൊടുത്ത് നന്നാവില്ല എന്ന് കണ്ടു. അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, കള്ളു കുടിക്കാനുള്ള കാശ് വാപ്പ അങ്ങനെ അയക്കുന്നുണ്ട് ഉമ്മാന്റെ അക്കൗണ്ടിലേക്ക്. ഉമ്മാക്കറിയോ കാർഡുപയോഗിക്കാൻ? മക്കൾ പോയിട്ട് ATM എന്ന് വലിച്ചെടുക്കുന്നു. അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലേ? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ തിന്മകളുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചു കൊടുക്കും. റഹ്മത്ത് എന്നല്ല അല്ലാഹുവിന്റെ പ്രയോഗം. ഫതഹ്നാ അലൈഹിം
അബ്വാബ റഹ്മത്തിന, എന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നെടുക്കും എന്നല്ല അള്ളാഹു പറഞ്ഞു. എന്താ? അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും. പൈസക്ക് പൈസ, തോന്നിവാസത്തിന് തോന്നിവാസം, ഡയലോഗിന് ഡയലോഗ്. എന്താണ് നാട്ടിലൊന്നും ചെന്നാൽ നിൽക്കാൻ പറ്റില്ല നമുക്കൊന്നും. കയ്യിലങ്ങ് പൈസ കിട്ടും. മനുഷ്യന്മാരുടെ സ്വഭാവം പൈസക്കേ പ്രശ്നമുള്ളൂ. സ്വന്തം ഹക്കടപാട് തരാനുള്ള പൈസ തായോ എന്ന് ചോദിച്ചാൽ നാളെ അവൻ കൊണ്ടേറ്റ വരിക. ചോദിക്കാൻ പേടിയാ മനുഷ്യന്മാർക്ക്. തനിക്ക് തരാനുള്ള ഹക്കേ ചോദിക്കാൻ പേടിയുള്ള കാലമാണ്. നാളെ രാവിലെ തരാന്നാ പറയാ, അടി തരാന്നാണ് പറയണതേ. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുന്നു. എന്താ ഡയലോഗുകൾ, എന്തൊക്കെയാ വായെന്ന് വരുന്ന വാക്കുകൾ. പൈസയാണ് മതി, വേറൊന്നും വേണ്ട. അള്ളാഹു ലെവലേശം ബോധമില്ലാത്ത ആളുകളാണ് ഇങ്ങനെ പൈസയുടെ ആക്രാന്തം പിടിച്ച് നടക്കുന്നത്. വല്ല സമാധാനം കൊടുക്കുന്നുണ്ടോ അവർക്ക്? കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല. സ്ഥലക്കച്ചവടക്കാരെ പച്ച നുണ പറഞ്ഞ് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കി. പാവപ്പെട്ടവന് ഒരു 5 സെന്റ് വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് 28 പല്ലും ഒരു നാവും 2 ചുണ്ടുണ്ടായപ്പോ നാട്ടിൽ ഇക്കോലം വിലക്കയറ്റമുണ്ടാക്കിയ ആളുകൾ, പാവപ്പെട്ടവന്റെ നടുവൊടിച്ച ആളുകൾ. അള്ളാഹു വിടോ? എന്താ അവന്റെ ലക്ഷ്യം? പൈസ ഉണ്ടാക്കണം. ഒരൊറ്റ സിറ്റിങ്ങിൽ ലക്ഷങ്ങളാ പോരുന്നത്. പിന്നെ അവന് കണ്ണു കാണുന്നില്ല. അള്ളാഹുവിനെ മറന്നിട്ടാണ് ജീവിക്കാൻ. പിന്നെ തോന്നിവാസം. അങ്ങനത്തെ പുരകളിലാണ് കല്യാണങ്ങൾക്ക് കള്ളു പൊട്ടിക്കുന്നത്, അല്ലേ? അങ്ങനത്തെ വീടുകളിലൂടെയാണ് ആഭാസങ്ങൾ വരുന്നത്. അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു കൊടുക്കും. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നന്നാക്കാൻ വിചാരിച്ചപ്പോ നന്നാവാതെ വന്നപ്പോ അള്ളാഹു എല്ലാ സുഖങ്ങളോട് കൊടുത്തു, എല്ലാം കൊടുത്തു. എന്തിനാണത്? ഇതാണ് ലോകരാജ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ നടക്കുന്ന ദുൽമ ഒരുപക്ഷെ അത്ര പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ല. മനുഷ്യന്മാർ ജീവിക്കുന്നിടത്തൊക്കെ ശൈത്താനിയത്തുണ്ടാകും, മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഓപ്പണായിട്ട് ലജ്ജ, നാണം എന്ന് പറഞ്ഞ അള്ളാഹു പടച്ച ആ നൈസർഗികമായ സ്വഭാവം പോലും നഷ്ടപ്പെട്ട് മനുഷ്യൻ മൃഗതുല്യനായി എതിരെ അധപ്പതിച്ച് ജീവിക്കുന്ന രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എന്നിട്ട് എന്തേ അള്ളാഹു താല ശിക്ഷ ഇറക്കുന്നത്, ഞങ്ങൾക്ക് ഇറക്കുന്നത് എന്ന് ചിന്തിക്കണ്ട. നമ്മൾ അള്ളാഹിന്റെ വേണ്ടപ്പെട്ടവരാ. നമ്മൾ അള്ളാഹുവിനെ ബോധിച്ച ആളുകളാണ്. നമ്മളെ കേടുവന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ പക്ഷം നമ്മൾ വിട്ടുകളഞ്ഞാൽ അത് റബ്ബിന് വേദനിക്കുന്നുണ്ട്. ഏതിനേക്കാൾ? ശത്രുവല്ലേ? സുനാമിക്ക് ഏറ്റത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും നമുക്ക് മറക്കാനായിട്ടുണ്ട്. അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെല്ലാം അങ്ങ് കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ കടലങ്ങ് കരകയഞ്ഞ് ഒഴുകിയപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് മറവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. എന്താ നമ്മൾ ചിന്തിക്കൂലേ? പടച്ചോനെ അങ്ങ് കുറച്ചങ്ങ് പടിഞ്ഞാട്ടോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സുമാത്ര ഐലൻഡിൽ പൊട്ടിയത് പടച്ചോനെ ബർമുഡ ട്രയാങ്കിളിലോ അവിടുത്തെ വല്ല ദ്വീപിലോ അങ്ങ് പൊട്ടിച്ചിരുന്നെങ്കിൽ എത്രയധികം അവിശ്വാസികളുടെ നാട് നശിച്ചുപോയേനെ നമ്മൾ ചിന്തിച്ചിരുന്നേക്കാം. പക്ഷേ അള്ളാഹു അവിശ്വാസികളെ വിട്ടേച്ചിരിക്കുകയാണ്. അവരെ ഞാൻ അവരെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കും. പക്ഷേ നീ ഈമാൻ അറിഞ്ഞ ആളാണ്, നീ എന്റെ ആളാണ്, എന്നെ ബോധിച്ചവനാണ് നീ. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന, മില്യൺ കണക്കിന് മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളാണ് അതൊക്കെ. സ്വഹാബത്ത് നമ്മുടെ നാട്ടിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമുമായി ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൊടുങ്ങല്ലൂരിലും കാസർഗോഡും കേരളത്തിലുടനീളം മഹാന്മാരായ സ്വഹാബത്ത് ദീന് കൊണ്ടുവന്നില്ലേ? അതുപോലെ നൂറുകണക്കിന് സ്വഹാബിമാർ ചെന്ന നാടുകളാണ് ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെ. ചൈനയിലേക്ക് പോയിട്ടുണ്ട് സ്വഹാബിമാർ. അന്ന് മുതൽ ദീനുള്ള രാജ്യങ്ങളാണത്. എന്നിട്ട് അവിടെ നമുക്ക് പരിചയം ഒരുപാട് നിങ്ങൾക്കുണ്ടാവും ഫ്രണ്ട്സ്. എനിക്ക് എന്റെ പരിചയക്കാരുണ്ട് അവിടെ, സുഹൃത്തുക്കൾ. മഗ്രിബായി കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ, അവിടെ ഖത്തീബുമാരായി ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്. മഗ്രിബായ റോട്ടിലേക്ക് ഇറങ്ങരുത് ഉസ്താദേ. എന്താ? പച്ചയായി വ്യഭിചാരം, കൈപിടിച്ച് കൊണ്ടുപോകും, അന്വേഷിച്ചടക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ രാജ്യങ്ങളായി മാറിയാൽ അള്ളാഹു സഹിക്കോ? നിങ്ങൾ പറ. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരാൾ നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ, നാട്ടുകാർ എത്രയോ ശത്രുക്കളായിക്കോട്ടെ, ജനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതങ്ങ് പറയുന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനങ്ങ് പറഞ്ഞ് സമാധാനിക്കട്ടെ. പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് വേദനിക്കുന്നത്? നിങ്ങളുടെ വീട്ടുകാരൻ പറഞ്ഞതോ അല്ല നാട്ടുകാരൻ പറഞ്ഞതോ? വീട്ടുകാർ. അത്തരം വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുകയാണ്. നിങ്ങൾ എന്റെ ആളുകളാണ്, നിങ്ങൾ എങ്ങനെ ആയിപ്പോവല്ല. അതുകൊണ്ട് സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ 4 അടി ഏറെ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ശിക്ഷ മുസ്ലിമീങ്ങൾക്ക് വരിക. എന്ത്? നമ്മളെ തിരുത്തണമെന്ന് അള്ളാഹുവിന്റെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട്
ബാക്കിയുള്ളവർ ഏതായാലും അങ്ങനെയാണ്. നരകത്തിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. യാ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല സുഖം തരുന്നത് നമ്മളോട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. കഷ്ടപ്പാട് നിന്നിട്ട് നന്നാവാത്തവനാണ് അല്ലാഹു. എല്ലാറ്റിന്റെയും കവാടങ്ങൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. സൂറത്തുൽ അൻആം ആണ് പറയുന്നത്. അല്ലാഹു തആല ശരിക്കങ്ങ് പറയാ, ഒരു സമൂഹത്തെ അല്ലാഹു നന്നാക്കുന്ന രീതി എന്താണ്, അല്ലാഹുവിന്റെ തർബിയത്തിന്റെ രീതി എന്താണ്. കഷ്ടപ്പാട് കൊടുക്കും, നന്നാവൂലേ, അല്ലാഹു തആല എല്ലാ സുഖങ്ങളും കൊടുക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അതിലങ്ങനെ സന്തോഷിച്ച് മതിമറന്ന് ജീവിക്കുമ്പോ അഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് അല്ലാഹു അവരെ പിടികൂടും. ഫഇദാ ഹും മുബ്ലിസൂൻ, അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു ഇങ്ങനെ വിട്ടേക്കുന്നതാണ്. എല്ലാ സൗകര്യം തരും, തോന്നിവാസം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കും. ഇത്തരക്കാർക്ക് നന്നാവൂല എന്ന് കണ്ടാൽ, പൈസല്ലാതെ തേരാപാരാന്ന് നടന്ന ആളുകൾക്ക് അള്ളാഹു കയ്യിൽ എമ്പാടും കൂടെ കൊടുക്കും. കോളേജ് കുട്ടികളൊക്കെ നാട്ടിലെ വലിയ ബ്രോക്കർമാർ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ, എത്രയാ വയസ്സ്, 18, 19, 20, എല്ലാ തോന്നിവാസത്തിനും അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. എത്ര കാലം, എത്രത്തോളം ഇവൻ പോകുമെന്ന് നോക്കാൻ. അല്ലാതെ അല്ലാഹുവിന്റെ നിഅമത്തിന്റെ അടയാളമല്ല ഇത്. വിശേഷിച്ച് ഗൾഫുകാർ മനസ്സിലാക്കണം, പ്രവാസികൾ മനസ്സിലാക്കണം. നമ്മളിൽ ചില ആളുകൾക്ക് ചിലരെക്കാൾ എന്തെങ്കിലും വല്ല പ്രൊമോഷനോ സാലറിയോ നിങ്ങൾ എന്തിന് ബേജാറാവണം? അല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുക്കുന്നത് കൊണ്ട് അവരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. നിനക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെക്കുറിച്ച് നിന്നോട് അല്ലാഹു ചോദിക്കൂ. മറ്റവൻ എത്രയാ കിട്ടുന്നത് അതിനെക്കുറിച്ച് മറുപടി അവൻ അല്ലാഹുവിനോട് പറയേണ്ടി വരും. അല്ലാഹു തആല കൊടുക്കുന്നത് കുറയുന്നതും ഏറുന്നതും അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളമേ അല്ല. മുഅ്മിനീങ്ങൾ അത് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ആർക്ക് എന്ത് കിട്ടിയാലും, കുഫ്രിന് അല്ലാഹു കൊടുത്തിട്ടില്ലേ, കാഫിര്യങ്ങൾക്ക് എമ്പാടും അല്ലാഹു കൊടുത്തില്ലേ. ലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിസീന ഫിൽ അർദ്. ഇവരെയൊന്നും അല്ലാഹു തആലക്ക് പിടികിട്ടൂല എന്ന് വിചാരിക്കണ്ട. വമഅവാഹുമുന്നാർ, അവർ ചെത്തിച്ചേരുന്ന നരകത്തിലേക്കാണ്. വലബിഅസൽ മസീർ, ഏറ്റവും മോശപ്പെട്ട ഇടമാണല്ലോ നരകം എന്ന് അല്ലാഹു